നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ഇപ്പോൾ ധാരാളം ടെസ്റ്റുകൾ HbA1c, ഇൻസുലിൻ ആസെ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, PPBS, അങ്ങനെ കുറേ നമ്മൾ പല ടെസ്റ്റുകളെ കുറിച്ച് കേൾക്കാറുണ്ടല്ലോ. പക്ഷേ ആദ്യകാലത്ത് പണ്ടെല്ലാം ഈ മൂത്രം പരിശോധിച്ചാണ് പ്രമേഹത്തെ വിലയിരുത്തിയിരുന്നത്. ആദ്യകാല വൈദ്യന്മാർ മൂത്രം ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും. അപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ മൂത്രത്തിൽ പഞ്ചസാര ഇല്ല എങ്കിൽ പ്രമേഹമില്ല. ചെറിയൊരു മധുരം വന്നു തുടങ്ങിയാൽ പ്രമേഹത്തിൻ്റെ തുടക്കമാണ്. പ്രീ ഡയബറ്റിസ് എന്നൊക്കെ പറയുന്നത് തൊട്ട് മുകളിലേക്ക്. ആൻഡ് മധുരം കൂടുന്നതനുസരിച്ചാണ് ഏകദേശം പ്രമേഹത്തിൻ്റെ കടുപ്പം എത്രയുണ്ടാവും, ബ്ലഡ് ഷുഗർ എത്രത്തോളം കൂടി കാണുന്ന ഇവർ ഊഹിച്ചിരുന്നത് പണ്ട് കാലത്ത്. ആ ടേസ്റ്റിംഗ് പിന്നെ പതുക്കെ ടെസ്റ്റുകളിലേക്ക് വഴിമാറി. പിന്നെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ബെനഡിക്സ് ടെസ്റ്റ് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തൊരു 5 മില്ലി ബെനഡിക്സ് സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്കൊരു 8 തുള്ളി മൂത്രം ഇടും, എന്നിട്ട് തിളപ്പിക്കും. മൂത്രം പുഴുങ്ങുക എന്നാണ് കളിയാക്കി പറയാനുണ്ട്. അത് തിളപ്പിച്ച് 1 മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് അതിൽ കളർ ചേഞ്ച് നോക്കും. അപ്പോൾ അതിൽ മഴവില്ലിൽ 5 നിറങ്ങൾ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ആ നീല നിറം തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ യൂറിൻ ഷുഗർ ഇല്ല. അപ്പോൾ രണ്ടാമത്തെ നിറം പച്ച നിറത്തിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ബ്ലഡ് ഷുഗർ 180 അടുത്തെത്തിയിട്ടുണ്ട്. അടുത്ത നിറം മഞ്ഞയിലേക്ക് എത്തുമ്പോൾ ഒരു 200 മുകളിലേക്ക് എത്തിത്തുടങ്ങി. ഓറഞ്ചിന് എത്തുമ്പോൾ 250, റെഡ് 300, അങ്ങനെ നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പിനനുസരിച്ച് ബ്ലഡ് ഷുഗർ കൂടുന്നതനുസരിച്ചാണ് ആ കളർ ചേഞ്ച് വന്നിരുന്നത്. പിന്നീട് ഇത് നോക്കാനുള്ള ആ ബുദ്ധിമുട്ടെല്ലാം വന്നതോടെ അതിന് സ്ട്രിപ്പ് കണ്ടുപിടിച്ചു, യൂറിസ്റ്റിക്സ് കണ്ടുപിടിച്ചു. യൂറിൻ സ്ട്രിപ്പുകൾ അത് നമ്മൾ മൂത്രം ഒഴിച്ചിട്ട് മൂത്രത്തിലേക്ക് ഒന്ന് ഒഴിക്കുമ്പോൾ നനയ്ക്കുകയോ, വെളുത്ത സ്ട്രിപ്പിൻ്റെ അറ്റത്തൊരു ചെറിയ ബ്ലൂ കളർ ഉണ്ടാവും, അത് നനച്ചിട്ട് അതിൻ്റെ നിറം മാറുമ്പോൾ ഇതേപോലെ 5 or 6 കളർ കാണിക്കും. ആ കളറിനനുസരിച്ച് ഇതേപോലെ വിലയിരുത്താൻ തുടങ്ങി. സോ ഇതാണ് യൂറിൻ ഷുഗർ. പക്ഷേ ഇതൊക്കെ ശരിക്കും എന്താണെന്നും എന്തിനാണ് യൂറിൻ ഷുഗർ എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ പല ആളുകളും ബ്ലഡ് ഷുഗർ നോക്കുന്നില്ല, പിന്നെ എന്തിനാ യൂറിൻ ഷുഗർ നോക്കുന്നത്, ഇങ്ങനെ അവർ ചിന്തിക്കുന്ന ലാബ് ടെക്നീഷ്യൻസ് വരെ ധാരാളം കുട്ടികൾ പേഷ്യൻസ് പറയും ഇതെന്തിങ്ങനെ നോക്കണം. ഞാനാണെങ്കിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറാകുമ്പോൾ ബ്ലഡ് ഷുഗർ നോക്കാനും യൂറിൻ ഷുഗർ നോക്കാനും പറയും. അപ്പോൾ പല ലാബിലെയും കുട്ടികൾ ഈ പേഷ്യൻസ് പറയും ആ ഡോക്ടർക്ക് നല്ല കുഴപ്പമുണ്ട്, രാവിലെ വെറും വയറ്റിലും രാവിലത്തെ ഭക്ഷണം കഴിച്ച് നോക്കിയില്ല, പിന്നെ എന്തിനാണ് ഉച്ച കഴിഞ്ഞ് നോക്കുന്നത്. നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്, പഠിക്കാനുള്ളതുണ്ട് ശരിക്കും. ഓക്കെ, ഞാനിപ്പോൾ എന്താണ് യൂറിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഡാമിൻ്റെ ഹൈറ്റ് 180 അടിയാണെന്ന് വിചാരിക്കാം. 180 അടിക്ക് മുകളിലേക്ക് വെള്ളം പോകിയാൽ അധികമുള്ള വെള്ളം സ്പിൽ ഓവറിൽ കൂടെ പുറത്തേക്ക് ഒഴുകും, റൈറ്റ്? അതേപോലെ നമ്മുടെ കിഡ്നികൾക്ക് താങ്ങാവുന്ന ഏറ്റവും കൂടിയ ബ്ലഡ് ഷുഗറിൻ്റെ ലെവലിനെയാണ്, ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവിനെയാണ് റീനൽ ത്രഷോൾഡ് എന്ന് പറയുന്നത്. റീനൽ മീൻസ് കിഡ്നീസ്. സോ അത് 180 ആണ്. ശരിക്കും നോർമൽ കിഡ്നിയുള്ള ഒരാൾക്ക് ബ്ലഡ് ഷുഗർ 180 വരെ വന്നാലും യൂറിൻ ഷുഗർ ഉണ്ടാകില്ല. പക്ഷേ 180ക്ക് മുകളിലേക്ക് കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് ഷുഗർ കൂടുന്തോറും യൂറിനിലൂടെ കൂടുതൽ ഷുഗർ പുറന്തള്ളപ്പെടാൻ തുടങ്ങും. ഇത് അളന്ന് നോക്കുമ്പോഴാണ് ഈ മഞ്ഞ, പച്ച, ഓറഞ്ചൊക്കെ കളർ ചേഞ്ച് കണ്ടിരുന്നത്, റൈറ്റ്? ഇതിൽ ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് ഈ യൂറിൻ ഷുഗറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ പല വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ പലരും കുറെ കൺഫ്യൂസ്ഡ് ആയി കാണും. ഫാസ്റ്റിംഗ് ഷുഗർ 100ന്റെ താഴെ നിൽക്കണം, പ്രീ ഡയബറ്റീസ് 100 തൊട്ട് 125 വരെ, 126 തൊട്ട് ഡയബറ്റീസ് ആണ്. അത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ കാര്യമാണ്. 140ന്റെ മുകളിലേക്ക്, അത് PPBS വരെ നമ്മൾ 140 തൊട്ട് 170, 180 വരെ ബ്ലഡ് ഷുഗർ എത്തിയാലും ശരിക്കും കുഴപ്പമില്ല. കാരണം നമ്മുടെ ബ്ലഡിന് അല്ല ശരീരത്തിന് താങ്ങാനാവാത്ത, കിഡ്നിക്ക് താങ്ങാനാവാത്ത ബ്ലഡ് ഷുഗർ ഹൈക്ക് വരുമ്പോൾ അധികമുള്ള ഗ്ലൂക്കോസ് പുറന്തള്ളാനുള്ള വഴിയാണ് മൂത്രം. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ലോജിക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടുന്തോറും നമ്മുടെ ദാഹം കൂടും, നമ്മളെ കൊണ്ട് കൂടുതൽ വെള്ളം കുടിപ്പിച്ച് കൂടുതൽ മൂത്രം ഒഴിപ്പിക്കും ഒരു പരിധി വിട്ട് കയറുമ്പോൾ. അപ്പം അധികമുള്ള ഗ്ലൂക്കോസിനെ മൂത്രത്തിൽ കൂടിയാണ് പുറത്തേക്ക് കളയുക, റൈറ്റ്? പക്ഷെ ഒരു പരിധി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് താങ്ങാൻ പറ്റില്ല. സോ അപ്പോൾ എപ്പോഴും നമ്മൾ യൂറിൻ ഷുഗർ നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലുണ്ടാണ്. ഞാൻ പറയാറുള്ളത്, എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത്, ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറിന് ഒഴിക്കുന്ന മൂത്രം പരിശോധിച്ച് നോക്കാൻ പറയും. അപ്പോൾ ഇത് പലർക്കും ഇത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിനനുസരിച്ച് WHO പറയുന്നതനുസരിച്ചാണ് ചെയ്യുക. ഫാസ്റ്റും ബ്ലഡ് ഷുഗറും PPBS ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നോക്കും പലരും. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത് അവരുടെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഒരു ബ്രഞ്ചാണ് കഴിക്കുക, അല്പം ലേറ്റായിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ചേർത്തിട്ട്. ആൻഡ് ഈവനിങ് അവർ ഡിന്നർ കഴിക്കും. അവിടെ ലഞ്ച് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഇവിടെയോ രാവിലെ 2 ഉണക്ക ചപ്പാത്തി തിന്നും,
രാത്രി മുത്താരി റവ ഗോതമ്പ് വൈക്കോല് പിണ്ണാക്ക് പുല്ല് എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കും. മെയിൻ ഭക്ഷണം ഉച്ചക്കായിരിക്കും. അത് മിക്കവാറും ചോറോ ബിരിയാണി നെയ്ച്ചോറോ കുഴിമന്തിയൊക്കെ ആയിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മലയാളി രാവിലെ വ്യായാമം ചെയ്യും, ഇൻസുലിൻ കുത്തുന്ന പേഷ്യൻസ് ഇൻസുലിൻ കുത്തും, ഗുളിക കഴിക്കും. പക്ഷേ ഉച്ചക്കാരും വ്യായാമം ചെയ്യില്ല, ഉച്ചക്ക് ഗുളികകൾ കഴിക്കില്ല, പോക്കറ്റിട്ട് കൊണ്ടു നടക്കണ്ടേ, ഉച്ചക്ക് ഇൻസുലിൻ ഒഴിവാക്കും, പോകുന്നിടത്തൊക്കെ കൊണ്ടു നടക്കണ്ടേ. രാവിലെ വ്യായാമം ചെയ്യും, ഉച്ചക്ക് മുമ്പ് വ്യായാമം ചെയ്യില്ല, ഇൻസുലിൻ ഗുളിക ഇതെല്ലാം. അപ്പം ഇവിടെ ശരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത് മെയിൻ ഭക്ഷണം എപ്പോഴാണ്? രാവിലെ ചെറിയ ഭക്ഷണം, ഉച്ചക്ക് മെയിൻ ഭക്ഷണം. സോ ഉച്ചക്ക് മുമ്പ് വ്യായാമമില്ല, ഗുളികകളില്ല, ഇൻസുലിൻ ഇല്ല. ഭക്ഷണമാണെങ്കിൽ കാലത്ത് കഴിക്കുന്ന 4 ഇരട്ടി. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടാണ് മിക്കവാറും മലയാളി പോയിട്ട് സമയമുണ്ടെങ്കിൽ അവനൊരു 1 മണിക്കൂർ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. സോ രാവിലെ ഫാസ്റ്റിങ്ങിലാണോ PPBS ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ ആകുമ്പോഴായിരിക്കും മലയാളിയുടെ ഷുഗർ ഏറ്റവും കൂടാനുള്ള സാധ്യത. ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നിനനുസരിച്ച്, ആ മരുന്നിൻ്റെ ഡോസ് അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം ലോങ് ആക്ഷൻ ഉള്ള മരുന്നാണ്, ഷോർട്ട് ആക്ഷനുള്ള മരുന്ന്, ഇതൊക്കെ അനുസരിച്ച് ബ്ലഡ് ഷുഗർ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. സോ നമ്മൾ ആകെ നോക്കിയിട്ടെങ്കിൽ മനസ്സിലാവും, ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ഒഴിക്കുന്ന മൂത്രം, ആ മൂത്രത്തിൽ പഞ്ചസാര ഇല്ലെങ്കിൽ, പീക്ക് ടൈമിൽ മൂത്രത്തിൽ പഞ്ചസാര ഇല്ലെങ്കിൽ 24 മണിക്കൂറും യൂറിൻ ഷുഗർ 180 താഴെയാണ്. സോ 4 ദിവസം കൂടുമ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിക്കുന്നുള്ള മൂത്രം പരിശോധിക്കാൻ പറയും ഞാൻ. അപ്പോൾ ആ യൂറിൻ ഷുഗർ ഇല്ല എങ്കിൽ ബ്ലഡ് ഷുഗർ ഇസ് ബിലോ 180 ഫോർ 24 hours, ദിവസം മുഴുവൻ. അത് ചെറിയ ഗ്രീൻ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബോർഡർ ലൈനിലാണ്. ഓറഞ്ച് റെഡിൽ വരുന്നതനുസരിച്ച് 200, 250, 300 അങ്ങനെ കൂടുതലാണ് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഒരു സെമി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് ശരിക്കും, കൃത്യമായ അളവല്ല. ഇനി അടുത്തത് ഇതേ കൂട്ടത്തിൻ്റെ കാര്യം കൂടെ പറയാനുള്ളത്, ഫാസ്റ്റ് ഷുഗർ 100, എൻ്റെ 102 ഉണ്ട്, 105 ഉണ്ട്, 130 ഉണ്ട്, 106, 110, 160 തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഗ്ലൂക്കോസ് സ്മോൾ ബ്ലഡ് വെസൽസ് അടിഞ്ഞു കൂടുമ്പോഴാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. റൈറ്റ്? നിങ്ങളുടെ കിഡ്നി അകത്തുനിന്ന്, കിഡ്നിക്ക് കണ്ണുണ്ടെന്ന് വിചാരിക്കുക, കിഡ്നി അകത്തുനിന്ന് നോക്കുക, ബ്ലഡിലൊരു ഗ്ലൂക്കോസ് ഒഴുകി വരാം. അത് ചോറിൽ നിന്ന് വന്നതാണോ, പഞ്ചസാര എന്ന് വന്നതാണോ, അല്ലെങ്കിൽ ബിരിയാണിയിൽ നിന്ന് വന്നതാണെന്നൊന്നും കിഡ്നിക്ക് അറിയില്ല, ഗ്ലൂക്കോസ് വരുന്നുണ്ട്. റൈറ്റ്? പിന്നെ കിഡ്നിക്ക് രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ബ്ലഡിലെ ഗ്ലൂക്കോസ് 100 ആയാലും 110 ആയാലും 160 ആയാലും 170 ആയാലും ബ്ലഡിലൂടെ വന്ന ഗ്ലൂക്കോസ് വരുന്ന റീഅബ്സോർപ്ഷൻ നടന്ന് പോയിക്കൊണ്ടിരിക്കും. അത് 180 മുകളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് യൂറിൻ ഷുഗർ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നത്. സോ രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും ഡാമിൻ്റെ ഹൈറ്റിൽ വ്യത്യാസമൊന്നുമില്ല അല്ലേ എന്ന് പറഞ്ഞാൽ റീനൽ ത്രഷോൾഡ് വിൽ ബി സെയിം. സോ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലഡിലെ ഫ്ലക്ച്വേഷൻസ് ശരിക്കും ഇതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പക്ഷെ പലരും വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ ഷുഡ് ബി അറൗണ്ട് 100 ലെവലിൽ വേണമെന്ന് പറയുന്നത് ആസ് ആൻ ആവറേജ്. കുറേ പേര് എടുത്ത് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാരെ കാണിക്കുന്ന സ്റ്റാൻഡേർഡൈസേഷൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾക്ക് ഞങ്ങൾക്കുള്ള റെഫറൻസ് ലെവലാണ് ഇതെല്ലാം ശരിക്കും. പക്ഷെ ഇത് നിങ്ങൾ കാണാപ്പാടപ്പിച്ച് ടെൻഷൻ അടിക്കുന്നതാണ് പ്രോബ്ലം. സോ നിങ്ങളുടെ ഷുഗർ, ഫാസ്റ്റിംഗ് ഷുഗർ 100, 130, 150 എന്താ കുഴപ്പം? എൻ്റെ പേഷ്യൻസിനൊക്കെ ഫാസ്റ്റിംഗ് ഷുഗർ മിക്കവാറും 150 ആയിരിക്കും, അല്ല 160 ആയിരിക്കും. ഞാൻ അവിടെ നിർത്തുള്ളൂ. കാരണം എൻ്റെ പേഷ്യൻസിൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ ഞാൻ 100ൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ വന്നിട്ട് അവർ വന്ന് എക്സസൈസ് തുടങ്ങുന്നതോടെ, എക്സസൈസ് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഷുഗർ താഴേക്ക് പോകും 90, 80, 70. അവരെങ്ങനെ എക്സസൈസ് ചെയ്യും? അവർക്ക് ക്ഷീണമായിരിക്കും. ഞാൻ ഫാസ്റ്റിംഗ് ഷുഗർ 140, 150 നിർത്തുള്ളൂ എൻ്റെ പേഷ്യൻസിൻ്റെ. എന്നിട്ട് അവർ എക്സസൈസ് ചെയ്യുമ്പോൾ അത് 140, 130, 120, 110 നന്നായിട്ട് എക്സസൈസ് ഉണ്ടാവില്ല എല്ലാവരും. അപ്പോൾ ഷുഗർ ഇറ്റ് വിൽ കം ടു അറൗണ്ട് 100. അപ്പോൾ എൻ്റെ പേഷ്യൻസിൻ്റെ പൊതുവെ കാണിക്കാറുള്ളത് ഫാസ്റ്റിംഗ് ഷുഗർ കൂടുതലും PPBS കുറവായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കേണ്ടത്. സോ കുറേ ഗുളിക കൊണ്ടോ ഇൻസുലിൻ കൊണ്ടോ ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തിയിട്ട്, HbA1c കൺട്രോൾ നിർത്തിയിട്ട്, രക്തക്കൊള്ളിൽ ഗ്ലൂക്കോസോ കൊഴുപ്പ് അടിയാതെ നോക്കാനുള്ള വ്യായാമം ചെയ്തിരുന്നു. ഇതൊന്നും ട്രീറ്റ്മെൻറ്റാണെന്ന് വിചാരിച്ചേക്കരുത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ഒരിക്കലും ചിന്തിച്ചോളൂ. സോ ഗ്ലൂക്കോസും ഫാറ്റ് എനർജി ആക്കിയിരിക്കണം. പിന്നെ പ്രമേഹം കൂടുന്നുണ്ടോ, ബ്ലഡ് ഷുഗർ ഒരു പരിധി വിട്ട് കൂടുന്നത് അറിയാൻ, അതിനാണ് യൂറിൻ ഷുഗർ പണ്ടോട്ട് നോക്കിയിരുന്നത്. സോ 4-ാം ദിവസം ഉച്ചഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ യൂറിൻ ഷുഗർ ചെക്ക് ചെയ്ത് അതിൽ ഇല്ല എന്ന് ഉറപ്പാക്കിയാൽ 24 മണിക്കൂറും കിഡ്നിയുടെ അരിപ്പിക്കൂടെ പഞ്ചസാര വാർന്നു പോകുന്നേയില്ല. സോ നിങ്ങളുടെ കിഡ്നിയുടെ കണ്ടീഷൻ ഏറ്റവും നന്നായിട്ട് നിലനിർത്താൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, കേടൊന്നും കൂടാതെ പോകാൻ എപ്പോഴും അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിക്കാനുള്ള വ്യായാമം ചെയ്തിരിക്കണം. യൂറിൻ ഷുഗർ ഇല്ല എന്ന് ഉറപ്പാക്കുക. ആൻഡ് മന്ത്ലി വൺസ് നിങ്ങൾ ബ്ലഡ് ഷുഗർ നോക്കാം, 3 മാസം കൊണ്ട് HbA1c നോക്കുക. ആൻഡ് ഒക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു താളപ്പശക തോന്നിയാൽ അപ്പോൾ SOS ആയിട്ട് ബ്ലഡ് ഷുഗർ നോക്കുകയും ചെയ്യണം. ഇങ്ങനെ ആയിരിക്കണം പ്രമേയത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
കുറച്ച് ദിവസം ശ്രമിച്ചു നോക്ക്. പക്ഷേ എക്സസൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആൻഡ് ദ ഡയറ്റ് കൺട്രോൾ. അത് മനസ്സിലുണ്ടാവുള്ളൂ. ഓക്കെ.